കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം ആദ്യഘട്ടത്തിൽ പോലീസ് കൃത്യമായി അന്വേഷിക്കാത്തത് തിരിച്ചടിയായി പോയെന്ന് മകൾ അദീബ 24നോട്. PV അൻവർ MLA യുടെ ഇടപെടൽ കുറേ സഹായിച്ചിട്ടുണ്ട്. അന്വേഷണ പുരോഗതിയില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മകൾ അദീബ 24നോട് പറഞ്ഞു. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ഒരു വിധത്തിലുമുള്ള അന്വേഷണ പുരോഗതിയും ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കുടുംബം CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്നാൽ നിലവിൽ ഹൈക്കോടതി ഈ ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ? നമുക്കൊപ്പം മാമിയുടെ മകൾ അദീബ ചേരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പം എന്തായാലും ക്രൈംബ്രാഞ്ചിന് കൊടുത്തല്ലോ, അപ്പം നമ്മൾ അവർക്ക് എന്തായാലും കുറച്ച് ടൈം കൊടുക്കണമല്ലോ. അവർ കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അവർ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ CBIക്ക് പ്രൊസീഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മലപ്പുറം SBI ഈ അന്വേഷണ ചുമതലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം കുടുംബം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. വിക്രം സാറിനെ കൊണ്ടുവരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം അവർ കൊണ്ടുവരിക്കുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മറ്റെന്തെങ്കിലും ഇതിലൊരു അന്വേഷണ പുരോഗതി പറയത്തക്ക വിധത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവർ ക്രൈംബ്രാഞ്ച് കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മളൊന്നും അറിയുന്നില്ല. പിന്നെ മൊഴി അവർ അത്യാവശ്യം കുറേ പേരെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി. അപ്പോൾ അവർ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. അവരെന്തായാലും ഇപ്പം ജസ്റ്റ് 2 വീക്കായിട്ടല്ല അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അവർക്ക് കുറച്ച് ടൈം കൊടുക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർ ഏത് റൂട്ടിൽ പോസിറ്റീവായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പൂർണ്ണതയില്ലാന്നോ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൽ കാര്യമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെടാവുന്നതല്ലേ? നമ്മൾ ഇപ്പോൾ എന്തായാലും അവർ നല്ല രീതിയിൽ പോകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. എന്തെങ്കിലും അവർ കൺക്ലൂഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്തായാലും CBIക്ക് തന്നെ പോകും. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അത് എത്രമാത്രം പുരോഗതിപ്പെടും എന്ന കാര്യമാണ് കുടുംബം കാത്തിരിക്കുന്നത്. കാര്യമായൊരു അന്വേഷണ പുരോഗതിയില്ല എങ്കിൽ വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെടും, ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് അദീബ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ C. മുഹമ്മദ്, 24.